നമുക്ക് എളുപ്പത്തിലൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിലേക്ക് ഒരു മസാല ആദ്യം തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. അത് ചൂടാറിയതിന് ശേഷം ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അരമണിക്കൂർ നിന്ന് മാറ്റി വയ്ക്കണേ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 പച്ചമുളക്, ഞാൻ വലിയ പച്ചമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, അതും കൂടി നന്നായി ചേർത്ത് ഇളക്കി അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കനും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നമുക്ക് 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല കൂട്ടും, 1 ടീസ്പൂൺ ചതച്ച മുളകും, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിക്കാം. അതിനുശേഷം 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള നന്നായി കനം കുറച്ചരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. ചിക്കൻ വേവുന്നത് വരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കറിയിലെ വെള്ളം മുഴുവൻ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.